പോസ്റ്ററാണിത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷൻ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്കൂളിൻ്റെ ഒരു പോസ്റ്റാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇമേജ് ഒന്ന് ഈ ഒരു ഇമേജ്, പിന്നെ ഈ ഒരു ഇമേജ്, ഇങ്ങനെ 2 ഇമേജാണ് അയച്ചു തന്നേക്കണത്. പിന്നെ കണ്ടൻറ്റ് അയച്ചു തന്നിട്ടുള്ളത് ഇങ്ങനൊരു കണ്ടൻറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ എന്നുള്ളൊരു ഇത്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പോൾ അവരയച്ചു തന്ന ഇമേജിനനുസരിച്ചിട്ട് ഇപ്പോൾ അവരുടെ സ്കൂളിലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോ എന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തന്നല്ലോ. ആ കട്ട് ചെയ്തുള്ളൊരു ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇതല്ല കേട്ടോ അത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതാണ് ആ ഫോട്ടോ. ഇയാളെ വെച്ച് അങ്ങനെ ഒരു ആളെ കട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവരെ കളറുണ്ട്, അവർ എല്ലാത്തിനും ഈ ഒരു കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആ കളറ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ അതിന് സപ്പോർട്ടായിട്ട് വേറൊരു ഗ്രേഡിയൻ്റ് പോലൊരു സംഭവം ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗം തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു ഇത്. പിന്നെ ഞാൻ ഈ യെല്ലോ കളറ് ഇപ്പോൾ കൊടുത്തേക്കണത് ഇപ്പോൾ അതൊരു എന്താ പറയുക, അത് നമ്മുടെ പുതിയൊരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ പല സ്ഥലത്ത് നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്ററുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അവർ തരും. അവർ തരല്ല, അങ്ങനെ ചെയ്യണം എല്ലാവരും. നമ്മളതിന് ബുള്ളറ്റ് പോയിൻ്റ് ഇത് ഇപ്പോൾ നമ്മൾ സ്കൂള് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ സ്കൂള് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കാണും, പക്ഷെ അത് നമ്മുടെ ഫുള്ള് ഇതായിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്തുട്ടാ, അതിനാണ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഫൂട്ടർ നോർമലായിട്ട് നമ്മളൊരു ഫൂട്ടർ തന്നെയായിരിക്കും എല്ലാ പോസ്റ്റിനും എല്ലാവരും ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റയിൽ ചെയ്യുമ്പോഴേ പിന്നെ ഇത് അഡ്മിഷൻ എന്നുള്ള ഒരു ഏരിയ നമുക്ക് കുറച്ച് കൂടുതൽ ഇതാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂവും യെല്ലോ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അവരുടെ ഒരു സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യണ ഒരു കളറും ഈ ലോഗോമ കണ്ടില്ലേ, ഒരു യെല്ലോ ഒരു കളർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബ്ലൂവിൻ്റെ തന്നെ ഈ ഒരു വേറൊരു ടർക്കിസ് ബ്ലൂവും ഒരു യെല്ലോയും സൺ യെല്ലോയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. പിന്നെ ഫൂട്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിനാണ് നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ അടുത്തത് അഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഒരു അഡ്മിഷൻ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ അത് ഫീൽ ചെയ്യില്ല, കാരണം അതൊരു ബിൽഡിങ് നിൽക്കണ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടും ഒക്കെ ഇത്രയ്ക്ക് അത് ഓരോ പർപ്പസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പർപ്പസിന്
ഞാൻ ചെയ്ത ഒരു പോസ്റ്ററാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തുടർന്ന് ഇതുമാതിരി തന്നെ വെറുതെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല, ഇത് പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യണ വർക്ക് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.